എന്നാൽ വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ച് CPM പണ്ട് മുതലേ നിലപാടുകളിലും നയങ്ങളിലും ഒക്കെ വെള്ളം ചേർത്തിട്ടുണ്ട്, മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാൽ പണ്ട് കാലങ്ങളിലൊക്കെ വെച്ച് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പുള്ള നിലപാടുകളിൽ നിന്ന് ഒറ്റയടിക്ക് മലക്കം മറിയുകയാണ്. അതും വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട്. ഈ പറയുന്ന പോലെ CPM സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീപക്ഷ നിലപാടാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇര അല്ലെങ്കിൽ ഒരു ഇര അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ MLA-മാർക്കെതിരെ അടക്കം പരാതികൾ വരുമ്പോൾ തീവ്രത അന്വേഷിച്ച് ആ ഇരയെ അപമാനിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് CPM ഈ അടുത്ത കാലത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന വർഗീയത പറയുന്ന ആളുകളെ ഒപ്പം കൂട്ടുക. ആദ്യം വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുമ്പോൾ മുഖ്യമന്ത്രി പൊന്നാട അണിയിക്കുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ പാർട്ടി കാറിൽ കൊണ്ടുപോകുന്നു. അത് തള്ളി പറയുന്നില്ല, ഞാൻ ഒപ്പം നിർത്തും, ഇനിയും കാറിൽ കയറ്റുമെന്ന പരാമർശങ്ങൾ നടത്തുന്നു. ഈ പിള്ളേരെടുത്ത് പറയുമ്പോൾ നീ ഇനി അത് ചെയ്യുവാട, ഞാൻ ഇനിയും ചെയ്യും എന്ന് പറയില്ല. അതുപോലെയാണ് വളരെ ബാലിശമായ ഒരു രീതി. അത് കഴിഞ്ഞ് AK ബാലൻ ഒരു പരാമർശം നടത്തുന്നു. അതിനെയും കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ നടന്നു. അപ്പൊ വർഗീയത പറഞ്ഞ് കേരളത്തിന്റെ മണ്ണിൽ വർഗീയ വിഷം വമിപ്പിച്ചുകൊണ്ട് അധികാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെറ്റ പരിപാടിയും കാണിക്കുന്നവരാണ് CPM എന്നുള്ള കാര്യം ഈ മലയാളികളെ എന്നാണ് മനസ്സിലാക്കുക എന്നറിയില്ല. ഈ അവസരത്തിൽ 2015 പിണറായി വിജയന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ വെള്ളാപ്പള്ളി നടേശനെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് വർഗീയ ഭ്രാന്ത് എന്നാണ് ഇദ്ദേഹം കുറിച്ചിട്ടുള്ളത്. അത് 2015 പക്ഷെ ആ ഒരു ഇതിൽ നിന്ന് ഇപ്പോൾ ഈ 2026 എത്തുമ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷം എത്തിയിരിക്കുന്ന ഒരു സ്റ്റാൻഡ് എന്താണ്? വെള്ളാപ്പള്ളി നടേശനെ മടിയിലിരുത്തിക്കൊണ്ട് നടക്കുന്ന ആ ഒരു ഇതിലേക്ക് എത്തിയിരിക്കണം. അപ്പൊ ഈ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറയുന്നതിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പൊ മാറിയതാരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തിയാണ് മാറിയത്. അതിന്റെ അകത്ത് മറ്റൊരു കാര്യമുണ്ട് ചേച്ചി. 2015 വെള്ളാപ്പള്ളി വർഗീയ പരാമർശം നടത്തുമ്പോ പിണറായി വിജയൻ പ്രതിപക്ഷത്താണ്, അന്ന് ഭരിക്കുന്നത് UDF ആണ്. അങ്ങനെയാകുമ്പോ തങ്ങൾ എല്ലാവരെയും ഒപ്പം നിർത്തും, തങ്ങൾ വർഗീയ ശക്തികളെ കേരളത്തിന്റെ മണ്ണിൽ വളരാൻ അനുവദിക്കില്ല എന്ന സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ 2026 ഇടതുമുന്നണി അല്ലെങ്കിൽ LDF അധികാരത്തിൽ വരുമ്പോ ഇനി അവർക്ക് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്ന അത്ര എളുപ്പമല്ല. അത് മനസ്സിലാക്കിയിട്ട് ഏത് വിധേനയും ജയിക്കുക. ഈ പറയുന്ന പോലെ നയങ്ങളിലും നിലപാടുകളിലും വെള്ളം ചേർക്കുന്നതിന് മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ജയിക്കുക. ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ലക്ഷ്യം, മറ്റൊന്നുമല്ല. അപ്പൊ വർഗീയത പറഞ്ഞാണെങ്കിലും ഈ പറയുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയം കേരളത്തിൽ പറഞ്ഞിട്ടാണെങ്കിലും വീണ്ടും അധികാരത്തിൽ വരിക, അത് മാത്രമാണ് ലക്ഷ്യം. അതായത് കഴിഞ്ഞൊരു ചാനൽ ചർച്ചയിൽ ഉമേഷ് ബാബു എന്ന് പറയുന്ന വ്യക്തി ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇതിന്റെ കൂടെ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പിണറായി വിജയനെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയല്ല, അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് മുൻപേ അറിയുന്നതാണ്. സ്വന്തമായി വിജയിക്കുക എന്നതിലപ്പുറം മറ്റൊന്നും ലക്ഷ്യമില്ലാത്തൊരു വ്യക്തിയാണ്. അധികാരം കിട്ടുക, വിജയിക്കുക, വിജയം മാത്രമേ ലക്ഷ്യമുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എന്തിനും തയ്യാറാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വേറെ ആരുമല്ല, എതിരാളികളല്ല, ആ സന്തത സഹചാരിയായിരുന്നു, അതായത് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് പറഞ്ഞത്. അത് ഒന്ന് ഈ ആരാധകർക്കല്ലാതെ KJ വിളിക്കുന്ന ബ്രെയിൻ ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാതെ ഇത് തന്നെയാണ്, ഇത് മാത്രമാണ് ലോകമെന്ന് പറഞ്ഞ് പൊട്ടക്കിണറ്റിലെ തവളകളെ പോലെ ജീവിക്കുന്ന സഖാക്കന്മാർക്ക് അത് പിടികിട്ടില്ല. കാരണം അവർ പിണറായിസത്തിന്റെ അടിമകളാണ്, അഡിക്റ്റഡ് ആണ്. അവർക്ക് മറ്റൊന്ന് ചിന്തിക്കാനോ അവരുടെ സത്യം യാഥാർത്ഥ്യം ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തവരാണ്. ഇപ്പൊ ഈ CPM എന്താണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്? മുൻപ് ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ അധികാരം പിടിച്ചടക്കാമെന്ന് കരുതിയിരുന്നുവെങ്കിൽ BJP ഇവിടേക്ക് വന്നതോടുകൂടി മനസ്സിലായി ഭൂരിപക്ഷം കൂടുതലും BJPയോടൊപ്പം എത്തും. കാരണം എത്ര കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാലും അവരുടെ എല്ലാം ഉള്ളിൽ അവരുടേതായ വിശ്വാസങ്ങൾ ഉണ്ടാവും. ബാഹ്യമായി ഇവരാരും പ്രകടിപ്പിക്കുന്നില്ല, അതിനെയൊക്കെ നിഷേധിക്കുമെങ്കിലും അവരവരുടെ കാര്യം വരുമ്പോൾ എല്ലാവരും വിശ്വാസികൾ തന്നെയാണ്. എത്രയോ സഖാക്കന്മാർ ശബരിമല 41 ദിവസം വ്രതം എടുത്ത് പോകുന്ന എത്ര ഇടതുപക്ഷ ചിന്താഗതിക്കാർ ഉണ്ട് എന്നറിയാമോ, CPM-കാരായിട്ടുള്ളവർ. അപ്പോ ഈ ശബരിമല സ്ത്രീ പ്രവേശനം, അത് ആ ഒരു വിഷയം BJPക്ക് എങ്ങനെയാണ് ഉപകാരപ്രദമായത് എന്നുള്ളത് പഠിച്ചതിന് ശേഷമാണ് ഭൂരിപക്ഷത്തെ കൂടെ നിർത്തണം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് CPM എത്തിപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ അയ്യപ്പ സംഗമം എല്ലാം സംഘടിപ്പിച്ചതും. മാത്രമല്ല DYFI-ക്കാരോട് പ്രത്യേക നിർദ്ദേശങ്ങളാണ്, ക്ഷേത്ര ഭരണ സമിതികളിലേക്കെല്ലാം നിങ്ങൾ ഭാഗമാകണം എന്ന് പറഞ്ഞു. മറ്റത് അങ്ങനെയല്ല. അമ്പലത്തിന്റെ മുന്നേ പോയി മുമ്പൊരിക്കൽ പിണറായി വിജയൻ ചോദിച്ചത് ഇവിടെയാണോ കൃഷ്ണൻ ഇരിക്കുന്നത്? അങ്ങനെ ചോദിക്കാൻ ലജ്ജയില്ലേ? എന്താ ജനിച്ചപ്പോഴേ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ടാണോ ജനിച്ചത്? ആണോ? അല്ല. കഴിഞ്ഞൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, C. ദിവാകരൻ എന്നിവർ 3 പേരും കരിക്കകം ക്ഷേത്രത്തിൽ നിന്ന് തൊഴുന്ന ദൃശ്യങ്ങൾ
മാധ്യമങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു, പുറത്തു വിട്ടിരുന്നു. അതിൽ കുമ്മനം രാജശേഖരനും സി ദീപകാരനും തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ആ സ്ഥലവാസി, കടകംപള്ളിയുടെ സ്ഥലമാണ് കരിക്കകം, അവിടെയാണ് അവിടെയുള്ള കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നയാള് ജനിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. ജനിച്ചു വളർന്ന് അറിവ് നേടുമ്പോഴാണല്ലോ പിന്നെ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോ ആ കരിക്കകം ക്ഷേത്രത്തിൽ അപ്പൊ ആളുടെ ഒരു പരവേശം കാണണമായിരുന്നു. കാരണം തൊഴണമെന്ന് അങ്ങേയറ്റം ആഗ്രഹമുണ്ട്, കണ്ണടച്ച് നിൽക്കാനും പറ്റുന്നില്ല, ഒന്ന് കൈയെടുത്ത് കുമ്പിടാൻ പറ്റുന്നില്ല, വെപ്രാളമായിരുന്നു. ഇതുവരെ കൈവരും, താഴ്ന്നു പോകും. ആ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. അവരുടെ ഉള്ളിലുള്ള വികാരങ്ങളെ അവർക്ക് അതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ പോലും സാധിക്കാത്തവരാണ്. അപ്പോൾ ഇവർ ആ തൊഴാൻ പോലും അവർ ഭയപ്പെട്ടിരുന്നു. ആ ഇടത്താണ് ഡിവൈഎഫ്ഐക്കാർക്ക് നിർദ്ദേശം വരുന്നത്, ഭരണസമിതികളിലൊക്കെ നമ്മുടെ ആൾക്കാർ കയറിപ്പറ്റണം എന്ന് പറഞ്ഞാൽ അത് ഭൂരിപക്ഷം കൈവിട്ടു പോവാതിരിക്കാണ്. കാരണം ഇവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരെല്ലാം, അതായത് ഒരു OBC ആ വിഭാഗത്തിലുള്ളവരെല്ലാവരും തന്നെ CPM-നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ഇതിൽ നിന്ന് മാറി അവരെല്ലാം തിരിച്ച് BJP-യിലേക്ക് പോകും എന്നുള്ള ഒരു ആശങ്ക ശക്തമായി ഉണ്ടായതിനു ശേഷമാണ് ഇവരുടെ ഈ ഒരു നിലപാട് മാറ്റം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഉള്ളതിൽ ഗണപതി മിത്താണെന്ന് പറയുകയും അപ്പുറത്തുള്ളവരെന്ന് വെച്ചാൽ മറ്റു മതക്കാരെ ആരെയും യാതൊരു തരത്തിലും സ്പർശിക്കാതെ ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദുത്വയെയും ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഇപ്പൊ മാറി അടിക്കാണ് തിരിഞ്ഞത്. ഇപ്പൊ എല്ലാം മാറി. ഇവർക്ക് BJP ഏത് ലൈനാണോ പോകുന്നത് അത് ഫോളോ ചെയ്യുന്നവരായി മാറി ഈ ഇടതുപക്ഷം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാഴ്ചകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ സജി ചെറിയാൻ പറഞ്ഞ എന്താണ്, മലബാർ ഭാഗത്തെല്ലാം ജയിച്ചു വരുന്നവരുടെ പേര് കേട്ടാൽ തന്നെ അറിയാം എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പച്ചയ്ക്ക് വർഗീയത പറയുന്നു. നാണമില്ലേ ഇവർക്ക്? ജനാധിപത്യവും സോഷ്യലിസവും പറഞ്ഞ് ചെയ്യാൻ പോകുന്ന എന്താണ്? ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ട് വന്ന് മാപ്പ് പറയും. ഒരു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്ന് ഒരാൾക്ക് പറ്റുന്നത് അബദ്ധം, എല്ലാവർക്കും പറ്റുന്നത് അബദ്ധമാണെന്ന് കേരളത്തിലെ പൊതുജനം വിശ്വസിക്കുമോ? ഇല്ലല്ലോ. അത് അബദ്ധമല്ല, അവരുടെ ഒരു അജണ്ടയായി മാറിയിരിക്കണം. അതുകൊണ്ട് അവർ അങ്ങനെ ഭൂരിപക്ഷത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില അവരുടെ ഗിമ്മിക്കുകളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ NSS-നെ SNDP ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ അവർ അണിനിരക്കുന്നത്.